ഭീമൻ മത്സ്യവും വെള്ളച്ചാട്ടവും ടർഫും തീവണ്ടിയും ഒക്കെയായി ഒരുക്കിയ വർണ്ണക്കൂടാരം ശ്രദ്ധേയമാകുന്നു. പാലക്കാട് പട്ടാമ്പി GMLP സ്കൂളിലാണ് സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ പദ്ധതി പ്രകാരം പാർക്കും കളി ഉപകരണങ്ങളുമൊക്കെ സജ്ജമാക്കിയത്. മുഹമ്മദ് മുക്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് ഭീമൻ മത്സ്യവും ആനയും പാമ്പും വെള്ളച്ചാട്ടവും, മറുവശത്ത് ഫുട്ബോൾ ടർഫും തീവണ്ടിയും. പട്ടാമ്പി GMLP സ്കൂളിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കുന്ന കാഴ്ചകളാണിത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിറങ്ങളുടെ സമൃദ്ധിയിൽ വർണ്ണക്കൂടാരം ഒരുക്കിയത്. ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ വർണ്ണങ്ങൾ നിറഞ്ഞ ചുമർ ചിത്രങ്ങളും കളിയുപകരണങ്ങളും പഠന സാമഗ്രികളും ഏറെ ആകർഷണീയമാണ്. പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സർവശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹ്സിൻ MLA വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും സഹകരിച്ചാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. വർണ്ണക്കൂടാരം വളരെ സന്തോഷം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാലത്ത് ലാഭകരമല്ലാതെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ GMLP സ്കൂള്. തസ്തികകളൊക്കെ തന്നെ ടീച്ചർമാരടക്കം തസ്തികകൾ ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വളരെ മോശമായിട്ടുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായിരുന്നു. ഇതിന് ഏറ്റവും മനോഹരമായ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കി. അതോടൊപ്പം തന്നെ MLA ഫണ്ടിൽ നമുക്കറിയാം ബസ് യാഥാർത്ഥ്യമാക്കി, ചുറ്റുമതിലും ഗേറ്റും യാഥാർത്ഥ്യമാക്കി. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കിച്ചൺ, നല്ല മനോഹരമായിട്ടുള്ള നല്ല സൗകര്യങ്ങളുള്ള കിച്ചൺ, ഇപ്പൊ അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരം. പട്ടാമ്പിയിൽ മാതൃകയായിട്ടുള്ള ഒരു വിദ്യാലയമായി നമ്മുടെ GMLP ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഏതു പ്രായക്കാർക്കും ഒരുപോലെ കൗതുകമാകുന്ന തരത്തിലാണ് നിർമ്മാണങ്ങൾ. ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോടിണങ്ങിയുമൊക്കെ പഠന പ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.